കോഴിക്കോട് താമരശ്ശേരിയിൽ 10ാം ക്ലാസ്സുകാരൻ മുഹമ്മദ് ഷഹബാസിന്റെ കൊലപാതകത്തിൽ പ്രതികളായ വിദ്യാർത്ഥികൾക്കെതിരെ ഭീഷണിക്കത്തുകൾ വന്ന സംഭവത്തിൽ കേസെടുത്ത് പോലീസ്. താമരശ്ശേരി പോലീസാണ് കേസെടുത്തത്. ഈ വിദ്യാർത്ഥികൾ പഠിക്കുന്ന താമരശ്ശേരി സ്കൂൾ പ്രിൻസിപ്പലിനാണ് കത്ത് ലഭിച്ചത്. കോഴിക്കോട് നിന്ന് അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ വച്ചിരുന്നു. അഭിജിത്ത്, എന്നാണ് ഈ കത്ത് കിട്ടിയത്? ഈ ഊമക്കത്ത് അങ്ങനെ പലതും ഉണ്ടാവാറുണ്ടല്ലോ, അതിനെ പോലീസ് സീരിയസ് ആയി കാണുന്നുണ്ടോ? അഷ്മി, പോലീസ് അല്പം സീരിയസ് ആയി തന്നെ ഈ പ്രശ്നത്തെ കാണുന്നുണ്ട്, ഈ കത്തിനെ കാണുന്നുണ്ട്. പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. താമരശ്ശേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. ഇതിൽ ഷഹബാസിന്റെ കൊലപാതകത്തിൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾ പഠിക്കുന്ന താമരശ്ശേരി കോരങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപകനാണ് ഇത്തരത്തിലൊരു ഊമക്കത്ത് ലഭിക്കുന്നത്. അതിൽ പറയുന്നത് ഈ വിദ്യാർത്ഥികളെ വകവരുത്തും, അവർക്ക് പരീക്ഷ എഴുതി മുഴുമിപ്പിക്കാൻ കഴിയില്ല, മുഴുവൻ പരീക്ഷ എഴുതുന്നതിന് മുൻപ് തന്നെ ഈ വിദ്യാർത്ഥികളെ അപായപ്പെടുത്തും എന്നൊക്കെയുള്ള വിവരങ്ങളാണ് ഈ ഊമക്കത്തിൽ ഉണ്ടായിരുന്നത്. കത്ത് ലഭിച്ച ഉടൻ തന്നെ പ്രധാന അധ്യാപകൻ അത് പോലീസിന് കൈമാറി. പോലീസ് ഇപ്പോൾ നിലവിൽ അതിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ പോലീസ് വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ കത്ത് ലഭിച്ചിരിക്കുന്നത്, ഈ കത്ത് തയ്യാറാക്കിയിരിക്കുന്നത് കോരങ്ങാട് സ്കൂളിൽ നിന്ന് ഈ വിദ്യാർത്ഥികളുടെ പരീക്ഷാ കേന്ദ്രം വെള്ളിമാടുകുന്നിലെ ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റുന്നതിന് തൊട്ടു മുൻപാണ്. അതായത് അതിലെ കണ്ടന്റ് അങ്ങനെയാണ്: ഈ വിദ്യാർത്ഥികൾക്ക് താമരശ്ശേരി കോരങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് പരീക്ഷ എഴുതാൻ കഴിയില്ല, അതിനു മുൻപ് പരീക്ഷ എഴുതി തീരുന്നതിന് മുൻപ് കുട്ടികളെ അപായപ്പെടുത്തും. അപ്പോൾ ആ സമയത്ത് അയച്ച കത്താണിത് എന്നുള്ളൊരു പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. ഇതിൽ വിലാസമൊന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. സ്വാഭാവികമായും അത് കണ്ടെത്തുക എന്നുള്ളത് അല്പം ദുഷ്കരമായ ഒരു പരിശ്രമത്തിനൊടുവിൽ മാത്രമേ അത് നടക്കുകയുമുള്ളൂ. ഈ പോസ്റ്റ് ഓഫീസിന്റെ സീലൊക്കെ വെച്ചുകൊണ്ട് ഇതാരാണ് എഴുതിയത് എന്ന ഒരു നിഗമനത്തിലേക്ക്, അല്ലെങ്കിൽ അത്തരമൊരു കാര്യത്തിലേക്ക് എത്താനാകുമോ എന്ന് പോലീസ് പരിശോധിക്കുകയാണ്. ഏതായാലും ഈ SLC പരീക്ഷ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 3 പരീക്ഷകൾ നിലവിൽ കഴിഞ്ഞിരിക്കുന്നു. 6 വിദ്യാർത്ഥികളാണ് കുറ്റാരോപിതരായ 6 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. വെള്ളിമാടുകുന്നിലെ ഒബ്സർവേഷൻ ഹോമിൽ കനത്ത പോലീസ് കാവലിലാണ് അവരുടെ പരീക്ഷ പുരോഗമിക്കുകയും ചെയ്യുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ പരീക്ഷാ ദിവസങ്ങളിലൊക്കെ തന്നെ വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധമുണ്ടായിരുന്നു. KSUം MSFും ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഈ പരീക്ഷ എഴുതുന്നതിനെതിരെ ശക്തമായി തന്നെ രംഗത്തെത്തിയിരുന്നു. ഈ പ്രതിഷേധങ്ങളൊക്കെ മറികടന്ന് അതിനെയൊക്കെ പോലീസ് പ്രതിരോധിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും പോലീസ്, ഹാഷ്മി ചോദിച്ചതുപോലെ തന്നെ, അല്പം സീരിയസ് ആയി തന്നെ ഈ ഊമക്കത്തിനെ കാണുന്നുണ്ട്. കാരണം അത്രയേറെ വിവാദമായ ഒരു കേസ് കൂടിയാണിത്. ഒരു 15 വയസ്സുകാരനെ അവൻ്റെ സമപ്രായക്കാരായ വിദ്യാർത്ഥികൾ ചേർന്ന് ഒരു മർദ്ദനത്തിനൊടുവിൽ പരിക്കേൽക്കുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കിടക്കുന്നു. വിദ്യാർത്ഥി അടുത്ത ദിവസം മരിക്കുന്നു. തലയ്ക്ക് നഞ്ചക്ക് ഉപയോഗിച്ച് പരിക്ക് പറ്റിച്ചു എന്നുള്ളതായിരുന്നു പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ. അങ്ങനെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റാണ് ഷഹബാസ് മരണത്തിന് കീഴടങ്ങുന്നത്. ഏതായാലും ഈ വിദ്യാർത്ഥികൾക്കെതിരെയാണ് ഊമക്കത്ത് വന്നിരിക്കുന്നത്. പ്രധാന അധ്യാപകന് എത്തിയ കത്ത് പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു. നിലവിൽ അതിൽ FIR ഇട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഹാഷ്മി, കുറ്റാരോപിതരെ വധിക്കുമെന്ന തരത്തിലുള്ള ഭീഷണിക്കത്താണ്, ഊമക്കത്താണ് കിട്ടിയത്. അത് പോലീസ് സീരിയസ് ആയി എടുക്കുന്നു. പോലീസ് അതിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അഭിജിത്ത് മുഴക്കുന്നാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.